അർജന്റീന ഫൈനൽ എത്തിയതിന്റെ ആഘോഷത്തിലെ ബീഫും പൂളിയും വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ പിരിവ് തുടങ്ങി. ചെക്കന്മാരിൽ നിന്നൊക്കെ പിരിവ് വാങ്ങി, എല്ലാ ടീംസിൻ്റെ അടുത്ത് പിരിവാണ് വാങ്ങിയിട്ട് ഫുള്ള് സെറ്റ് പൂളെടുക്കാനുള്ള പരിപാടി. പൂള പറിക്കാൻ പോകണം. നമ്മൾ തന്നെ വെച്ച പൂളൻ്റെ ബാക്കിൽ. അപ്പോൾ അത് നമ്മൾ തന്നെയാണ് പറിക്കണത്. അങ്ങനെ സെറ്റ് ഇപ്പം നമ്മൾ പുതിയ ഉണ്ടാക്കിയാട്ടോ സാധനങ്ങളെ വെക്കാൻ. അതിൻ്റെ അടി കൂടെയാണ് പ്രവി വർക്കിന് പോകാൻ പറഞ്ഞത്. ഓൻ്റെ നിന്ന് തൊണ്ടിൽ 50 പൂള കൊണ്ടല്ലോ തുടങ്ങി. ഫുള്ള് ക്ലീനാക്കി ഫുള്ള് സെറ്റ് നേരെ അടുപ്പത്തേക്കാണ് വെക്കണമെങ്കിൽ. അങ്ങനെ ചെറുതായിട്ടൊക്കെ നുറുക്കി ഫുള്ള് ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലാണ്. ബീഫ് എത്തി. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ ചെറുക്കങ്ങനെ വരുന്നത്. വരുന്നു അർജന്റീനയുടെ ഏരിയ പ്രസിഡന്റ് ടച്ചപ്പായിട്ട് വന്ന കുട്ടികൾക്കുള്ള മുട്ടായും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഏതായാലും ഫുള്ള് സെറ്റ്. കുഞ്ഞിപ്പാക്ക് ചെറിയൊരു ഗതിയുണ്ട് ബ്രസീൽ ഫാൻ ആയതുകൊണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓനാണ് നമുക്കുള്ള വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്ത് തന്നത്. അങ്ങനെ ഏതായാലും ഫുള്ള് അടുപ്പ് കൂട്ടി ആക്കണ്. ഫുള്ള് സെറ്റ് പരിപാടി എല്ലാം ഓരോ തകൃതമായ പരിപാടിയിലാണ്. അങ്ങനെ വെച്ചു. ബീഫ് ഇളക്കണ് ക്ലീനാക്കി അതിനുള്ള ടച്ചപ്പുകളും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് ഒഴുക്കി വിറകാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അങ്ങനെ പൊടി മിക്സ് ഫുള്ള് ഇട്ട് ഒരു ഭാഗത്ത് ഇത് വെച്ചിട്ടുണ്ട്, പൂള വെച്ചിട്ടുണ്ട്. കരിവേപ്പിൻ്റെ ഇല കൊണ്ടുവന്ന് ഫുള്ള് മിക്സ് ചെയ്തിട്ട് മറുഭാഗത്ത് അതും വെച്ച് വിറകാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരേ ടൈമിൽ ബീഫും പൂളിയും കൂടെ ആയിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അരച്ച മസാല ബാബു പരിന്ന് കൊണ്ടുവന്ന് അതൊക്കെ മിക്സ് ചെയ്ത് ചിരട്ട കമ്മിയായപ്പോൾ അതും കൊണ്ടുവന്ന് ഇതാക്കുന്നു. എടുത്ത് വയ്ക്കൽ തുടങ്ങിട്ടോ. ഒരു ഭാഗത്ത് പൂള കുത്തൽ തുടങ്ങി, മറുഭാഗത്ത് ബീഫ് സെറ്റാക്കൽ തുടങ്ങി. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. നേരെ മിക്സ് ചെയ്ത് ആ ചപ്പും പൊതിനൊക്കെ പാട്ടിട്ട് ഇങ്ങനെ ആ ഫീലിലാണ് നേരെ വിളമ്പൽ തുടങ്ങി. ബ്രസീലും അർജന്റീനയും എല്ലാവരും പാടെ കൂടിയുള്ള തീറ്റാൻ ടഞ്ഞി. അതിൻ്റെ അടി കൂടെ കരീം വന്ന് പണിയുന്നുണ്ട്. അപ്പോൾ നോനും പാടം കൂടി.